നടക്ക. അശി, നീ ഈ വലിച്ചെറിഞ്ഞ സാധനങ്ങൾ മുഴുവൻ പെറുക്കി അകത്ത് വെച്ചോണം. ചേച്ചി ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ? എടുത്തകത്ത് വയ്ക്കേ. ദേ, നീ ഈ പറയുന്നത് ശരിയല്ല പൂർണിമ. ഇത്രയും നാള് നീ ഇവരെ സപ്പോർട്ട് ചെയ്തു. മനസ്സുകൊണ്ട് താല്പര്യമില്ലെങ്കിലും ഞാനും അത് സഹിച്ചു. ദേ, ഇനി അത് നടക്കില്ല. അശി, നിന്നോട് പറഞ്ഞു കേട്ടില്ലേ? ദുർഗയുടെ സാധനങ്ങളൊക്കെ പെറുക്കി അകത്ത് വെക്കാൻ. പൂർണിമ, നീ എന്താ എന്നെ കളിയാക്കണോ? ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? എനിക്ക് ചെറിയമ്മയുടെ ഒന്നും പറയാനില്ല. അശി പറയുന്ന കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ ഈ വീട്ടിൽ എന്നെക്കാളും വലുത് ഇവരാണെന്നാണോ ചേച്ചി പറയുന്നേ? എന്താ പ്രശ്നങ്ങൾ തീർന്നില്ലേ? ഇപ്പോഴെങ്കിലും വാ തുറന്ന് എന്തേലും പറഞ്ഞൂടെ? പൂർണിമ എന്ത് പറഞ്ഞാലും അതിനൊരു ശരിയുണ്ടാവും. ഓ, അതുകൊണ്ട് അത് അനുസരിച്ചേ പറ്റൂ. അശി, ചേച്ചി ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അശി, ദുർഗ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. കിരണു ഈ വീട്ടിലുണ്ടാവും. ഇത് പൂർണിമയുടെ തീരുമാനമാണ്. എന്റെ തീരുമാനത്തെ തിരുത്താനോ എതിർക്കാനോ ആർക്കും ഈ വീട്ടിൽ അവകാശമില്ല. സാധനങ്ങൾ എല്ലായിടത്തും പഴയ പോലെ വെച്ചേ. അശി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നടക്ക്. ഇനി ഇതേക്കുറിച്ച് ഇവിടെ ഒരു സംസാരം ഉണ്ടാവരുത്. എല്ലാരും പോയി അവരവരുടെ കാര്യം നോക്കാൻ നോക്കി. അയ്യോ അമ്മേ, കൈ വേദനിക്കുന്നു. അയ്യോ അയ്യോ എനിക്ക് വരാം. അല്ല, കിരൺ എന്തിനാ ഈ പൂജാമുറി കയറി ഒരു പൂവ് എടുത്തോണ്ട് പോയത്? എന്താണെന്നൊന്ന് അറിയണമല്ലോ.
യു ദുർഗ. ഏ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് ദുർഗ. റിയലി ഐ ലവ് യു. കിരൺ എന്താ ഈ പറയുന്നതിന് വല്ല ബോധമുണ്ടോ? ഉണ്ടല്ലോ. ദേ ഇപ്പൊ ഇക്കിള് നിന്നില്ലേ? ആ അതിനാ ഞാൻ അങ്ങനെ നുണ പറഞ്ഞത്. പെട്ടെന്നൊരു ഞെട്ടല് വന്നാലേ ഇക്കിള് പറക്കും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇക്കിള് പോയില്ലേ? വലിയ കാര്യമായി പോയി. ഒന്ന് പോയേ. ദുർഗ കിരണിന്റെ ഭാര്യയല്ലേ? കിരൺ അവളോട് ഐ ലവ് യു പറഞ്ഞാൽ എന്താ പ്രശ്നം? അതിന് ദുർഗ എന്തിനാ ഞെട്ടുന്നേ? കിരൺ നുണ പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. എന്തോ കാര്യമുണ്ട്. അതെന്താണെങ്കിലും അത് കണ്ടുപിടിക്കണം.